ഞമ്മള് പാത്തുമ്മ ഞമ്മടെ ഇക്കാനറിയാമോ? ബഷീർ ഇപ്പൊ ഒരു വലിയ എഴുത്തുകാരനായിരുന്നു. ഇപ്പൊരു ഞമ്മളെ കുറിച്ച് എഴുതിയിരുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ? പാത്തുമ്മ തപ്പ് കൊടുക്കടാ. നിങ്ങൾ എന്റെ ആടിന് കഞ്ഞോളം കൊടുത്തിട്ടില്ല. ഓളൊരാട്, എന്റെ ആട് ഈ പുരയില് പുസ്തകവും കടലാസും എല്ലാം തിന്ന് തീർത്തിരിക്കണ്. നിങ്ങളിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ ആടൊന്ന് പെറ്റാല് നിങ്ങളെല്ലാം എന്റെ വയ്യന്നെ വരില്ലേ? പാത്തുമ്മ, നീ അങ്ങനെ പറയരുത്. നിന്റെ ആട് പെറ്റാല് എനിക്ക് കുറച്ച് പാല് തരണേ. പാലല്ല, നല്ല അടി വച്ചു തരും. നമസ്കാരം, നമ്മള് പാത്തുമ്മ. നമ്മുടെ ഇക്കെ അറിയാമോ? ബഷീർ മൂപ്പര് വലിയ എഴുത്തുകാരനായിരുന്നു. മൂപ്പര് നമ്മളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പാത്തുമ്മയുടെ ആട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. നമസ്കാരം. ഇന്ന് ജൂലൈ 5 ബഷീർ ദിനം. പ്രശസ്ത എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പെങ്ങാണ് ഞാൻ. എന്നെ നിങ്ങൾക്കറിയില്ലേ? പാത്തുമ്മയുടെ ആട് എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് ഞാൻ. അല്ല, എന്റെ ആടിന് വൈക്കുന്നുണ്ടാവും. ഞാൻ വേഗം പോയി ചപ്പ് കൊടുത്തിട്ട് വരാം. എൻ്റെ ഒരാട് എനിക്കിവിടെ അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. എന്റെ ആടിനെ കുറ്റം പറയില്ലേ? എന്റെ ആട് ഒന്ന് പെറ്റോട്ടെ. എല്ലാരും എന്റെ പിറകെ വരിവരിയായി വരും. എൻ്റെ ആട് പെറുമ്പോൾ സുബൈദാനെ മറക്കല്ലേ പാത്തുമ്മ. മറക്കില്ല, ഒരടി വെച്ച് തരും ഞാൻ. നോവലിലെ ബഷീർ എന്ന കഥാപാത്രത്തെയാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. നാരായണി, മരണത്തെ പറ്റി ഒന്നും പറയാൻ സാധ്യമല്ല. ആരെപ്പ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത്. അല്ല, ഞാനായിരിക്കും. എന്നെ ഓർക്കുമോ? ഓർക്കും. എങ്ങനെ? എന്റെ ദൈവമേ, അങ്ങനെ എങ്ങനെ ഓർക്കും? രക്തനക്ഷത്രം പോലെ കടും ചുമപ്പായ ആ പൂവ്. ഓ, അതോ? അതെ, അതെന്തു ചെയ്തു? തിടുക്കപ്പെട്ട് അന്വേഷിക്കുന്നതെന്തിന്? ചവിട്ടി അരച്ചു കളഞ്ഞോ എന്നറിയുവാൻ. കളഞ്ഞെങ്കിലെന്ത്? ഓ, ഒന്നുമില്ല, അതെന്റെ ഹൃദയമായിരുന്നു. പലർക്കും വട്ടാണത്ര. ബഷീർ പറയുന്നത് എന്തെന്ന് നോക്കൂ. എനിക്ക് വട്ട് തന്നെയാണ്. സമ്മതിച്ചു. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ആടിന് വല്ലതും കൊടുത്തോ പെണ്ണ്? പെണ്ണേ, പെണ്ണേ, എന്താ നീ ആടിന് വല്ലതും കൊടുത്തോ? കൊടുത്തല്ലോ. എന്തേ? കഞ്ഞിവെള്ളം കൊടുത്തോ? എന്നാ പിന്നെ ഇതും കൂടി അങ്ങ് കൊടുത്തേക്ക്. ശരി, കൊടുത്തിരിക്കാം.